എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം, അത് നമ്മൾ നോക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ സ്റ്റാളിന് ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡ് വരെ സെറ്റ് ചെയ്യുന്നതാണ്. നിന്നാണ് പക്ഷെ നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ അവിടെ ബാക്കിൽ കൈ കഴുകുന്ന സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. കൈ കഴുകുന്ന സെറ്റപ്പ് ഉണ്ട്. വാട്ടർ വെൻഡിങ് മെഷീൻ ഉണ്ട്. എല്ലാ ബസ് സ്റ്റാൻഡിലെ എല്ലാ ഏരിയയിലും ഓരോ വാട്ടർ വെൻഡിങ് മെഷീൻ. പിന്നെ അത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്. ATM വേണ്ടിയുള്ള കൗണ്ടർ, എല്ലാ ബാങ്കിൻ്റെയും ATM ഒറ്റ ഏരിയയിൽ ATM വേണ്ടിയുള്ള ഹൈടെക്. 140 രൂപ 4 പൊറോട്ട വാങ്ങിച്ചപ്പോൾ. ഇവിടെ എല്ലാ കടയിലും അങ്ങനെ തന്നെ റേറ്റാണ്. ഇന്ന് ചൂടോടെയാണ്, സമയം 3 മണിയാണ്, വിശപ്പും ഉണ്ട്. എല്ലാം വെച്ച് നമുക്ക് ഇന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ. ഇത് ഭയങ്കര ശോകമായിരുന്നു. 140 രൂപയ്ക്ക് എൻ്റെ അമ്മ കറിയൊക്കെ ഉണ്ടല്ലോ, സീനായിരുന്നു. ഇവിടെ ഒരു പച്ച പൊറോട്ട മാത്രം, പച്ച പൊറോട്ട നിന്ന് ഉപ്പില്ലാത്തൊരു ചമ്മന്തി കറി, പിന്നെ പുളിച്ച ഒരു ഇതും എന്താ കുറുമയോ എന്താണ്ട. വിശപ്പുള്ള ഞാൻ തിന്നു ഈ പച്ച പൊറോട്ട മാത്രം തിന്നിട്ടിരിക്കുക. ബസ് അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ ഉറക്കം കഴിഞ്ഞ് നേരം വെളുത്തിരിക്കുന്നു. രാവിലെ തന്നെ കാണുന്ന നല്ല മഴ, നല്ല ക്ലൈമറ്റ്. ഒരുത്തനാണ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, ഉറക്കം. വേറൊരുത്തൻ അതിലും ഉറക്കം. നീണ്ട 6.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഫ്രഷപ്പായി. അതെ, ഫ്രഷപ്പായി. നമ്മൾ എല്ലാം കഴിക്കണം, കോവിലിൽ കയറണം. എന്നിട്ട് ഇനി നമ്മൾ പെരിയ കോവിലോട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ സമയം 12:30 നമുക്ക് പോവാം. ഇന്നലെ 4 മണിക്കാണ് ബസ് കിട്ടിയത്. തഞ്ചാവൂർ ബസ് ഇല്ലായിരുന്നു, കുംഭകോണം ബസ്സായിരുന്നു. തഞ്ചാവൂർ ബസ് രാവിലെ 7 മണിക്കുള്ളതെന്ന് പറഞ്ഞു. ഇതിന്റെ കുംഭകോണം ബസ്സിൽ കയറി കുംഭകോണത്ത് ഇറങ്ങി അവിടുന്ന് തഞ്ചാവൂർ വന്നു. തഞ്ചാവൂർ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് ഫ്രഷപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി എല്ലാം കഴിക്കണം, പെരിയ കോവിലോട്ട് പോകണം. ഓക്കെ, അതിൽ നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, മതിൽ കെട്ടിയിരിക്കുന്നുണ്ട്. 2 മതിലുണ്ട്, ഒന്ന് വെളിയിലൊന്നും അതിൻ്റെ അകത്തും. ഓ സെറ്റ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പെരിയ കോവിലും കാണാം.